ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അതിലെ ഫസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റ്, വാട്ട് ഡു യു മീൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? എന്തിനാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്? നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഈവൻറ്റിനെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഈവൻറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, ഇത്രയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ മുൻകൂട്ടി തന്നെ, സംഭവിക്കുന്നതിന് മുന്നേ തന്നെ അത് പ്രഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക, അതിനെ തന്നെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർകാസ്റ്റിംഗ് ചെയ്യുക എന്ന് പറയുന്നത് പ്രഡിക്റ്റ് ചെയ്യുക ഫ്യൂച്ചർ ഈവൻറ്റിനെ. എന്തിൻ്റെ ബേസിലാണ് അപ്പോൾ നമുക്കത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുന്ന റീസൺസ് എന്താണ്? അത് ഒന്ന്, നമ്മുടെ മുന്നുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്താണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ട്, മുന്നുള്ള ഒപ്പീനിയൻസ്, മുന്നുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ നോൺ ഫ്യൂച്ചർ വേരിയബിൾസ്, നമുക്ക് അറിയുന്ന ചില ഫ്യൂച്ചറിലെ വേരിയബിൾസ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു ഫോർകാസ്റ്റിംഗ് നടത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഈവൻറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനോ ഫോർകാസ്റ്റ് ചെയ്യാനോ പറ്റുന്നത്. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റിമേറ്റിംഗ് ഓർ ആൻറ്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് ഡാറ്റ. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിരിക്കുന്ന ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തെ ഡിമാൻഡ് എങ്ങനെ വരും എന്നുള്ള മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് റോൾ പ്ലേഡ് ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് എനേബിൾസ് എ ഫേം ടു പ്രൊഡ്യൂസ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റീസ് അറ്റ് റൈറ്റ് ടൈം ആൻഡ് അറേഞ്ച് ദ അഡ്വാൻസ് ഫോർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളിങ്ങനെ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഒക്കെ എത്ര വേണം, ഏത് സമയത്ത് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുക. പുതിയതായിട്ടുള്ള അപ്രോപ്രിയേറ്റ് പ്രൈസിങ് പോളിസിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യാം. പുതിയ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡിസ്കവർ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ മാർക്കറ്റ് പ്ലാനിംഗ് ഒക്കെ നടത്തുക. അതേപോലെ തന്നെ ബിസിനസ് റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. കോസ്റ്റ് ഓഫ് പർച്ചേസിങ് ആൻഡ് ഇൻവെൻറ്ററി ഒക്കെ റെഡ്യൂസ് ചെയ്യുക. ഹെൽപ്സ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ടു അവോയ്ഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസ് ചെയ്യുന്നത് അധികമായാലും കുറവായാലും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആൻഡ് എത്ര നമുക്ക് ലേബർ ഫോഴ്സ് വേണം ഈ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ, അതിനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുക. അതുപോലെ ബഡ്ജറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത്, എഫക്റ്റീവായിട്ട് കൺട്രോൾ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത്, ആൻഡ് ജുഡീഷ്യസ് ആയിട്ട് അലോക്കേഷൻ നടത്തിയ റിസോഴ്സിനെയൊക്കെ, നമ്മുടെ കയ്യിലെ റിസോഴ്സ് എന്തൊക്കെയാണോ അതിനെയൊക്കെ കൃത്യമായിട്ട് വേണ്ട അളവിൽ മാത്രം കൊടുക്കാൻ സാധിക്കുക. പ്രൊഡക്ഷൻ പ്ലാനിങ് പോസിബിൾ ആവുക. ആൻഡ് സ്പീഡ് അറ്റ് വിച്ച് ദ കമ്പനി ക്യാൻ ഗ്രോ, എത്ര സ്പീഡിലാണ് ഒരു കമ്പനിക്ക് വളർച്ച സാധ്യമാവുന്നത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. മാക്രോ ലെവലിൽ നോക്കുമ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു ഹെൽപ്പാണ്, പ്ലാനിങ് കമ്മീഷനൊക്കെ ഹെൽപ്പാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്, സർവേ മെത്തേഡും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും. സർവേ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു മെത്തേഡിൽ നമ്മൾ സർവേ നടത്തുക, കാരണം വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ പർച്ചേസും അവരുടെ പ്ലാനും പൊട്ടൻഷ്യൽ കൺസ്യൂമറിൻ്റെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നതാണ് സർവേ എന്ന് പറയുന്നത്. ഈ മെത്തേഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും, ഡയറക്റ്റിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമുക്ക് അറിയാനും ഒക്കെ ഒരു ഒപ്പീനിയൻ കളക്ട് ചെയ്യാൻ എക്സ്പേർട്ട് വഴി ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പോൾ സർവേ മെത്തേഡ് പ്രധാനമായിട്ടും ഒരു ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. കളക്റ്റീവായിട്ടൊരു ഒപ്പീനിയൻ നമുക്ക് സെയിൽസ് ഫോഴ്സിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട്, എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ, കൺസ്യൂമറിൻ്റെ ക്ലിനിക്ക്, എൻഡ് യൂസ് മെത്തേഡ്, ഇതാണ് ഇതിൽ വരുന്ന 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവേ മെത്തേഡിൽ ഫസ്റ്റ് വണ്ണാണ് കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡ്. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കൺസ്യൂമേഴ്സിനെ ഡയറക്റ്റായിട്ട് നമ്മൾ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യണം. ആൻഡ് ക്വാണ്ടിറ്റി ദേ വുഡ് ലൈക്ക് ടു ബൈ, എത്ര ക്വാണ്ടിറ്റിയാണ് അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ ഡിമാൻഡും കൂടി അത് ഒന്നിച്ച് ആഡ് ചെയ്യുന്നു. ഈ ഒരു കൺസ്യൂമർ ഇൻ്റർവ്യൂ മെത്തേഡിൽ കൺസ്യൂമേഴ്സൊക്കെ ഒരു കുറച്ചെങ്കിലും ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ആൻഡ് ഓൾ കൺസ്യൂമേഴ്സ് ആർ ഇൻ്റർവ്യൂഡ്. എല്ലാ കൺസ്യൂമേഴ്സും ഇൻ്റർവ്യൂ ചെയ്യുമ്പം അതിനെയാണ് എന്ത് പറയുന്നത്? കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് പറയുന്നത്. വന്ന എല്ലാവരെയും ചെയ്യുമ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്യൂമറേറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അല്ല ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മാത്രമാണ് നമ്മൾ അതിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് സാമ്പിൾ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പാസ്റ്റ് റെക്കോർഡൊന്നും ഇവിടെ ആവശ്യമില്ല. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിനൊക്കെ സ്യൂട്ടബിൾ ആണ് ഈ ഒരു മെത്തേഡ്. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. പിന്നെ അത് യൂസ് ചെയ്യുന്ന ഫോർകാസ്റ്റ് ചെയ്യാൻ ഡിമാൻഡ്, ന്യൂ പ്രൊഡക്റ്റിനൊക്കെ ഇങ്ങനെയുള്ളതും അറിയാൻ പറ്റും. കുറച്ച് സമയം അധികം ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെറിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് വളരെ എക്സ്പെൻസീവും ടൈം കൺസ്യൂമിങ് ആണ്. കൺസ്യൂമേഴ്സിന് ഒരിക്കലും അവരുടെ സീക്രട്സ് അല്ലെങ്കിൽ ബൈയിങ് പ്ലാൻസ് ഒന്നും അവർ പറയാൻ
റെഡി ആയിക്കൊള്ളുന്നില്ല. ഈ ഒരു മെത്തേഡ് ഒരിക്കലും ലോങ് ടേം ഫോർകാസ്റ്റിംഗ് സ്യൂട്ടബിൾ അല്ല. ആൻഡ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് കൂടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ ആ സമയത്തും ഇത് അനുയോജ്യമല്ല. ആൻഡ് ഇത് സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവിടെ എല്ലാം കൺസ്യൂമേഴ്സ് എന്ത് പറയുന്നു അതിനെ ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പേഴ്സൺ ടു പേഴ്സൺ അതിൻ്റെ ഒപ്പീനിയൻ പറയുന്നതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡിലെ കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡാണ്. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ അഭിപ്രായത്തിനെ ഒന്നിച്ചൊരു കൂട്ടമായിട്ട് നമ്മളത് കളക്ട് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ അതിനെ തന്നെയാണ് കളക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ സെയിൽസ്മാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്യണം എത്ര സെയിൽസ് ഉണ്ടാവും ആ ഓരോ പ്രദേശങ്ങളിലും എന്നുള്ളതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നതാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് സോഷ്യൽ ഫോഴ്സ് ഒപ്പീനിയൻ മെത്തേഡ് അല്ലെങ്കിൽ ഫോഴ്സ് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ മെത്തേഡ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാൻഡ് നോളജാണ്. നേരിട്ട് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു പുതിയ പ്രൊഡക്റ്റിനെ ഡിമാൻഡ് അനലൈസ് ചെയ്യാനൊക്കെയാണ്. ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ഒക്കെ സെയിൽസ്മാൻ ഇതിനെക്കുറിച്ച് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഉപയോഗിക്കപ്പെടണം എന്നുള്ളതാണ്. ഹു ആർ ക്ലോസ് ടച്ച് വിത്ത് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് കണ്ടീഷൻ. ഇപ്പോൾ ഈ മാർക്കറ്റ് കണ്ടീഷനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള നോളജൊക്കെ ഉണ്ടായിരിക്കണം. ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർകാസ്റ്റ് ഒരിക്കലും റിലയബിൾ അല്ല. കാരണം സെയിൽസ് പീപ്പിൾസ് ഒന്നും കൃത്യമായിട്ട് ട്രെയിൻഡ് അല്ല, അതുപോലെ ലോങ് പീരീഡിലേക്ക് സ്യൂട്ടബിൾ അല്ല, നോട്ട് ഫ്ലെക്സിബിൾ അല്ല. സെയിൽസ്മാൻ മേക്ക് എ ലോവർ എസ്റ്റിമേറ്റ് ദാറ്റ് മേക്ക് പോസിബിൾ ടു അച്ചീവ്മെൻറ്റ് ഓഫ് സെയിൽസ് യൂസ്ഡ് ബൈ ഫിക്സഡ് ബൈ ദ ഈച്ച് സെയിൽസ്മാൻ. അപ്പോൾ സെയിൽസ്മാൻ അവരുടെ ലോവർ എസ്റ്റിമേറ്റ്സ് ആണ് എനിക്ക് ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് സർവേ മെത്തേഡിലെ ഒന്നാമത്തെ കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ്. ആ പേര് തന്നെ നമുക്കറിയാൻ പറ്റും. ഇത് ഒറിജിൻ ചെയ്തിരിക്കുന്നത് റാൻഡ് കോർപ്പറേഷൻസ് ആണ്. ഒലാഫ് ഹെൽമർ ഡാക്കി ആൻഡ് ഗോർഡൻ ആണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സെയിൽസ്മാൻ അല്ലാത്ത ബാക്കിയുള്ള ആളുകളുടെ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് അത് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ അറിയപ്പെടുന്ന പേരാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഷ്യൻ്റ് ഗ്രീക്ക് ടെമ്പിളിലൊക്കെ ഉള്ള ഒരു സിസ്റ്റം ആയിരുന്നു ഇത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കണ്ടക്ട് ചെയ്യാൻ. ഫോർകാസ്റ്റിംഗ് ഒക്കെ വളരെ ക്വിക്കായിട്ടും എക്കണോമിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് റിലയബിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്റ്റീവ് ആയിട്ടുള്ള നോളജ് ഓഫ് എക്സ്പേർട്സ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ് ആണ്, ലെസ് എക്സ്പെൻസീവും ആണ്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബോത്ത് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്റ്റ്. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ പുതിയ പ്രൊഡക്റ്റിനും അതേപോലെ തന്നെ നിലവിലുള്ള പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റിനും നിലവിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിനും ഒക്കെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതും നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റീവാണ്. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് പലപ്പോഴും റിലയബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. എക്സ്പേർട്സിനൊക്കെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉള്ളൊരു ടൈപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ കൺസ്യൂമർ ക്ലിനിക്കുകളാണ്. കൺസ്യൂമർ ക്ലിനിക്ക് പറയുമ്പോൾ സെലക്റ്റഡ് ബയേഴ്സ് ആർ ഗിവൺ സർട്ടൻ അമൗണ്ട്സ് ഓഫ് മണി ആൻഡ് ആസ്ക്ഡ് ടു ബൈ ദ പ്രൊഡക്ട്സ്. അതിൽ ഈ കൺസ്യൂമർ ക്ലിനിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൺസ്യൂമേഴ്സാണ് ആദ്യം വരുന്നുണ്ടാവുക. അവർക്ക് സർട്ടൻ ആൻഡ് മണി ആൻഡ് ആസ്ക്ഡ് ടു ബൈ ദ പ്രൊഡക്ട്സ്, ആ പ്രൊഡക്റ്റ് എല്ലാം വാങ്ങാൻ പറയും. അപ്പോൾ അതിനുശേഷം ദ പ്രൈസസ് ആർ ചേഞ്ച്ഡ്. ഈ പ്രൈസുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൺസ്യൂമേഴ്സ് എന്താ ചെയ്യുന്നത്, ആസ്ക്ഡ് ടു മേക്ക് ഫ്രഷ് പർച്ചേസ് വിത്ത് ദ ഗിവൺ മണി, തന്ന പൈസ കൊണ്ട് ഫ്രഷ് പർച്ചേസ് ചെയ്തോട്ടെ എന്നുള്ളതാണ്. ഇൻ ദിസ് വേ ദ കൺസ്യൂമേഴ്സ് പ്രൈസ് ചേഞ്ചസ് ആർ ഒബ്സർവ്ഡ്. ആ പ്രൈസ് ചേഞ്ചുകൾ ഒബ്സർവ് ചെയ്യപ്പെടുന്നു. ബിഹേവിയർ ഓഫ് ദ കൺസ്യൂമറൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുക. അതേപോലെ തന്നെ ബേസ് ഡിമാൻഡ് ഈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയ ദിസ് മെത്തേഡ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓവർ കൺസ്യൂമേഴ്സ് ഇൻ്റർവ്യൂ മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത് കൺസ്യൂമർ ക്ലിനിക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ മെറിറ്റാണ്. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ട്. റിലയബിൾ ആൻഡ് റിയലിസ്റ്റിക് പിക്ചറൊക്കെ കിട്ടും, ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. ഡിമെറിറ്റ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. സെലക്റ്റഡ് ആപ്ലിക്കൻസ് ടു വാരി ഈസ് വെരി ഡിഫിക്കൾട്ട്. പാർട്ടിസിപ്പൻസ് ആര് വേണമെന്ന് തിരഞ്ഞെടുക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ എക്സ്പെൻസീവാണ്. കൺസ്യൂമേഴ്സ് മേക്ക് ഇറ്റ് ആസ് എ ഗെയിം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ ഇത്രയും കാര്യങ്ങളാണ്
ഇതിൽ പറയാനുള്ളത്. ഇനി എൻഡ് യൂസ് മെത്തേഡ് പറഞ്ഞൊരു മെത്തേഡ് കൂടിയുണ്ട്. ആ ഒരു മെത്തേഡിൽ പറഞ്ഞിരിക്കുന്നത് ഫാക്ട് ദാറ്റ് ജനറലി ഹാസ് ഡിഫറെൻറ്റ് യൂസസ് അറ്റ് ദ എൻഡ് യൂസ് മെത്തേഡ്. ഏറ്റവും അവസാനം വരുന്നൊരു മെത്തേഡാണിത്. ആൻഡ് ലിസ്റ്റ് ഓഫ് എൻഡ് യൂസേഴ്സ്, അതിൽ തന്നെ നമ്മൾ ചെയ്യണത് ഇതിൻ്റെയൊക്കെ ഫൈനലി കൺസ്യൂം ചെയ്ത ആളുകൾ ആരാണെന്ന് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ദെൻ ദ ഫ്യൂച്ചർ ഡിമാൻഡ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഫ്യൂച്ചർ ഡിമാൻഡ് എന്ന് പറയുന്നത് കാണപ്പെടുന്ന ഐദർ ഡയറക്റ്റ്ലി ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ യൂസറിൽ കൂടി ആയിരിക്കാം. അപ്പോൾ ഡയറക്റ്റ്ലി എന്ന് പറയുമ്പം നേരിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂച്ചർ ഡിമാൻഡൊക്കെ. ഫ്യൂച്ചർ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഡയറക്റ്റ് ആയിട്ടോ, അല്ലെങ്കിൽ എൻ്റെ യൂസേഴ്സിന്നോ, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എസ്റ്റിമേറ്റ് ചെയ്യാനും ഫ്യൂച്ചർ ഗ്രോത്തിനൊക്കെ പറ്റും. ഈ ഒരു ഡിമാൻഡ് ഓഫ് ഓൾ ആൻഡ് യൂസേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ആഡഡ് ടു ഗെറ്റ് ടോട്ടൽ ഡിമാൻഡ്. അപ്പോൾ എല്ലാവരും അതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെക്ടർ വൈസ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ആണ്. ആക്യുറേറ്റ് പ്രഡിക്ഷൻസ് സാധ്യമാവും. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വേണം നിർബന്ധമില്ല. ഡിമെറിറ്റ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ കോംപ്ലെക്സ് കാൽക്കുലേഷൻസ് ആണ് ഇത് വരുന്നത്. റിക്വയർസ് എവറി ഇൻഡസ്ട്രി ടു ഫർണിഷ് പ്ലാൻ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയും പോയി കണ്ട് നമുക്ക് അതിനുള്ള എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനിങ് ഒക്കെ ഇവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിമാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് എലാസ്റ്റിസിറ്റിയിലെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ. അപ്പോൾ ഡിമാൻഡ് എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ മെത്തേഡ്സ്, സർവേ മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും. സർവേയിൽ വരുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ഇൻ്റർവ്യൂ മെത്തേഡ്, അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ്, കളക്റ്റീവ് ഒപ്പീനിയൻ മെത്തേഡ്, മെറിറ്റ് ഡിമെറിറ്റ്, എക്സ്പേർട്സ് ഒപ്പീനിയൻ ആണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്, അതിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും. പിന്നെ പറഞ്ഞ കൺസ്യൂമർ ക്ലിനിക്കുകളാണ്, അതിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും. പിന്നെ എൻഡ് യൂസ് മെത്തേഡാണ്, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കുക. ഈ നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് പറഞ്ഞാൽ പാസ്റ്റ് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് കണക്കാക്കിക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളെ വെച്ച് ഫ്യൂച്ചറിലെ ഡിമാൻഡിനെ എസ്റ്റിമേറ്റ് ചെയ്യാം. അപ്പോൾ ജനറലി ഇത് യൂസ് ചെയ്യുന്ന ലോങ് റൺ ഫോർകാസ്റ്റിങ്ങിലാണ്. ദീസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്ട്സ്. പുതിയ പ്രൊഡക്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്സ്ട്രാപൊലേഷൻ മെത്തേഡ്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, അതേപോലെ ബാരോമെട്രിക് മെത്തേഡ്, ഇത്രയാണ് ഇതിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഇത് മുന്നേ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചർ സെയിൽസ് ആർ ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് സെയിൽസ്. കഴിഞ്ഞ വർഷത്തെയൊക്കെ സെയിൽസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ വർഷം എത്ര ഉണ്ടാവുമെന്ന് പറയാൻ പറ്റാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ ഈസ് ദ ഗ്രാൻഡ് ചൈൽഡ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ചൈൽഡ് ഓഫ് ദ പ്രസൻറ്റ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്, ഗ്രാൻഡ് ചൈൽഡ്, പാസ്റ്റിൻ്റെ ഗ്രാൻഡ് ചൈൽഡും അതേപോലെ തന്നെ ചൈൽഡ് ഓഫ് ദ പ്രസൻറ്റുമാണ്. ഈ ഒരു ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതാണ് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ തന്നെ കൂടുതൽ ടൈം സീരീസൊക്കെ ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഗ്രഷനും കോറിലേഷനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റ് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. പ്രിസ്ക്രിപ്റ്റീവ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല, ക്വൈറ്റ് കൺസിസ്റ്റൻ്റ് ആണ്. ഡയറക്ഷനിൽ മാത്രമല്ല ഇത് ഫോർകാസ്റ്റ് ചെയ്യപ്പെടുന്നത്, മാഗ്നിറ്റ്യൂഡ് അളക്കാൻ ഇത് ഉപയോഗിക്കാം. പിന്നെ ഡിമെറിറ്റ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയും ടൈം കൺസ്യൂമിങ്ങും ആണ്. കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേറ്റേഴ്സിനെയൊക്കെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യാം. ടു മച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഇവിടെ യൂസ് ചെയ്യാനാണ് ഒന്നാമത്തെ മെത്തേഡ്. സർവേ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ എടുത്താണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. മെറിറ്റ് ഡിമെറിറ്റ്, റിഗ്രഷൻ ആൻഡ് കോറിലേഷനാണ് രണ്ടാമത്തെ മെത്തേഡിൽ. ഇവിടെ കമ്പൈൻ ചെയ്യണം എക്കണോമിക് തിയറിനെ, റിലേഷൻഷിപ്പ് കാണിക്കുകയാണ് സെയിൽസും മറ്റുള്ള വേരിയബിൾസും. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. ഇവ തമ്മിലുള്ള റിലേഷനെയാണ് കാണിക്കുന്നത്. ഒരു വേരിയബിളിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണ് മറ്റൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുകയാണ് റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്യുറേറ്റ് റിസൾട്ടും പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടും ഡയറക്ഷൻ മാത്രമല്ല പറഞ്ഞു തരുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ഒരുപാട് കോസ്റ്റ്ലിയും ടൈം കൺസ്യൂമിങ്ങും ആണ്.
കോംപ്ലിക്കേറ്റഡ് ആയ കാൽക്കുലേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മ. നെക്സ്റ്റ് മൂന്നാമത്താണ് ബാരോമെട്രിക് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, എന്തൊക്കെ ബാരോമീറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ഓവർ ദ ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് ഒന്നുകൂടി ഇംപ്രൂവൈസ് ആയിട്ടുള്ളൊരു മോഡലാണിത്. ഇതിൽ ഫ്യൂച്ചറിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ചില ഹാപ്പണിങ്സിനെ കുറിച്ചാണ് പ്രസൻറ്റിൽ തന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ലൈക്ക് വെദർ ഈസ് ഫോർകാസ്റ്റഡ് ബൈ മെറ്റീരിയോളജിസ്റ്റ്. അതായത് വെതർ എങ്ങനെയാണോ നമ്മൾ മുൻകൂട്ടിയിട്ട് കണക്കാക്കുന്നത് അതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. ഫോർകാസ്റ്റ് വെതർ കണ്ടീഷൻ ഓൺ ദി ബേസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് മെർക്കുറി. അതായത് ഇതിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ഫോർകാസ്റ്റിംഗ് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർകാസ്റ്റ് വെതർ കണ്ടീഷൻസ് ഓൺ ദി ബേസ് ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് മെർസി ആൻഡ് ദ ബാരോമീറ്റർ. ലൈക്ക്വൈസ് അണ്ടർ ബാരോമെട്രിക് ടെക്നിക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും. സെലക്റ്റഡ് ടൈം സീരീസ് ആർ യൂസ്ഡ് ടു പ്രിഡിക്റ്റ് വേരിയബിൾസ്. പേഴ്സണൽ ഇൻകം, അതേപോലെ അഗ്രികൾച്ചർ പ്ലേസ്മെൻറ്റ്, ഗ്രോസ് ഇൻകം, പ്രൈസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ്, അങ്ങനെ ഒരുപാട് റിലേഷൻ ഈ മേഖലയുമായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വെച്ചാൽ അതിനാണ് ബാരോമെട്രിക് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളും അതേപോലെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആക്യുറേറ്റ് ഡാറ്റ ആണോ കിട്ടുന്നതെന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ പ്രൊഡക്ട്സ് ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പോസിബിൾ ടു ഗെറ്റ് ആൻ അപ്രോപ്രിയേറ്റ് എക്കണോമിക് ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ അത് കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്ട്രാപ്പുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ ഫ്യൂച്ചർ ഡിമാൻഡ് നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുന്ന അപ്ലൈയിങ് ബൈനോമിയൽ എക്സ്പാൻഷൻ മെത്തേഡ്. ഈ മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കുന്നുള്ള അസംഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ ദ പാസ്റ്റ് ഹാസ് ബീൻ യൂണിഫോം. മുൻകാലങ്ങളിൽ നടന്ന സെയിൽസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റ യൂണിറ്റിലേക്ക് സെയിം യൂണിറ്റിലേക്ക് ആക്കി മാറ്റുക. സെയിം യൂണിറ്റിലേക്ക് ആക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു യൂസ് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ അവിടെ കൂടുതലായിട്ട് ഫോർകാസ്റ്റ് ചെയ്ത എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് മെത്തേഡാണത്. ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റിൻ്റെ പാസ്റ്റ് ആണ്. അതേപോലെ തന്നെ മോസ്റ്റ് പ്രോബ്ലം ഇൻ്റർ റിലേഷൻഷിപ്പ് ഒരു സെറ്റ് ഓഫ് എക്കണോമിക് വേരിയബിൾസിൽ ഉണ്ടാവണമെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. ആൻഡ് ഡിമെറിറ്റ് പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കും, ടൈം കൺസ്യൂമിങ് ആണ്. ഇനി അഞ്ചാമത്തെ പറയുന്നത്, ഫസ്റ്റിൽ തന്നെ അഞ്ചാമത്തെ പറയുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡാണ്. ഒരേ സമയം തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുക വേരിയസ് എക്കണോമെട്രിക് മോഡൽ വിച്ച് ക്യാൻ എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് ഓൾ ദ വേരിയബിൾസ്. എല്ലാറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് ഈ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് കംപ്ലീറ്റ് സിസ്റ്റം അപ്രോച്ച് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ എടുക്കുന്ന സെഷനിൽ ട്രെയിനിങ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്ന ഹൈ ഫ്യൂച്ചർ വാല്യൂസ് അത്രയാണ് ഉണ്ടാവുക. പിന്നെ വാല്യൂസ് ഓഫ് എക്സോജനസ് വേരിയബിൾസ് ആർ സപ്പോസ്ഡ് ടു ബി ഫ്യൂച്ചർ വാല്യൂസ് എക്സോജനസ് വേരിയബിൾസിനൊക്കെ ആവശ്യമുള്ളതാണത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് ബി ഈസിയർ ആയിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡും ടൈം കൺസ്യൂമിംഗ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണ് ഈ മെത്തേഡ്. ഹിസ്റ്റോറിക്കൽ ഡാറ്റയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഡിമെറിറ്റുകൾ പറയുന്നത്. ഇനി എന്തൊക്കെ മെത്തേഡുകളാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? ഇവല്യൂഷണറി അപ്രോച്ച് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് ഉണ്ട്, ഗ്രോത്ത് കർവ് അപ്രോച്ച് ഉണ്ട്, ഒപ്പീനിയൻ പോൾ അപ്രോച്ച്, സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ചാണ് വരുന്നത്. അതിൽ ഇവല്യൂഷണറി അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതൊരു അസംഷൻ പറയുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് ആ ഒരു പഴയ പ്രൊഡക്റ്റിനെ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് വേണ്ടി ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ളത് ഒരു ന്യൂ പ്രൊഡക്റ്റിൻ്റെ. സബ്സ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും നിലവിലുള്ള ഒന്നിന് പകരമായിട്ട് വന്നിരിക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പോളിത്തീൻ ബാഗ്, ക്ലോത്ത് ബാഗിന് ക്ലോത്ത് ബാഗ്സിന് പകരം ഉണ്ടായിരുന്ന പോളിത്തീൻ ബാഗുകളാണ്. പിന്നെ ഗ്രോത്ത് കർവ് അപ്രോച്ച് പറഞ്ഞാൽ ഇവിടെ ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിമാൻഡ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇതിൻ്റെ ബേസിൽ ആ ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് വരാൻ പോകുന്ന പ്രൊഡക്റ്റിന് ഇത്ര ഉണ്ടാവും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാം.
പിന്നെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്തുകൊണ്ട് പുതിയ പ്രൊഡക്റ്റിനെ നമുക്ക് അതിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സെയിൽസ് എക്സ്പീരിയൻസ് അപ്രോച്ച് ഉണ്ട്. ഇതിൽ ന്യൂ പ്രൊഡക്റ്റ് ഒക്കെ ഓഫർ ചെയ്യുന്നത് സെയിൽസിന് സാമ്പിൾ മാർക്കറ്റിലാണ്. ഡയറക്റ്റ് മെയിൽ ചെയ്തിട്ടോ മൾട്ടിപ്പിൾ ഷോപ്പ് ഇട്ടിട്ടോ ഡിപ്പാർട്ട്മെൻറ്റൽ ഷോപ്പ് ഇട്ടിട്ടോ ഒക്കെ അവർക്ക് ഇതിലൂടെ പർച്ചേസ് ചെയ്യാം. പിന്നെ വികാരിയസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് സർവേ കൺസ്യൂമേഴ്സിൻ്റെ റിയാക്ഷൻസിനെ നമ്മൾ സർവേ ചെയ്യുക ത്രൂ ദ സ്പെഷ്യലൈസ്ഡ് ഡീലേഴ്സ് വഴി ഹു ആർ ടച്ച് ഇൻ വിത്ത് കൺസ്യൂമേഴ്സ് ഏറ്റവും അധികം ഇടപഴകുന്ന ആളുകളെ അവരുടെ ആ ഒരു റിയാക്ഷനെ സർവേയിലൂടെ കാണിക്കുക. ഡീലേഴ്സ് ആർ ഏബിൾ ടു നോ ആസ് ടു ഹൗ ദ കസ്റ്റമേഴ്സ് വിൽ ആക്സെപ്റ്റ് ദ ന്യൂ പ്രൊഡക്റ്റ്. എങ്ങനെയാണ് ഇവർ ഈ പ്രൊഡക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഡീലേഴ്സിന് അറിയാൻ പറ്റും. ഓൺ ദ ബേസ് ഓഫ് ദർ റിപ്പോർട്ട് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഉപയുക്തതയാണ്. ഒരു കൺസ്യൂമറിനെ ഒരു ഗുഡ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ്. എ ഗുഡ് ടു കൺസ്യൂം ഇറ്റ് വിത്ത് ദ കൺസ്യൂം ഗുഡ് ഹി സാറ്റിസ്ഫൈ ഹിസ് നീഡ്. അത് കൺസ്യൂം ചെയ്യുന്നതോടുകൂടി ആ നീഡ് അവിടെ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഗുഡ്സ് യൂസ് ചെയ്തതിന് ശേഷം ഒരു കസ്റ്റമർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ തന്നെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു മീനിങ്ങും കൺസെപ്റ്റ് നോക്കി വയ്ക്കാം. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള യൂട്ടിലിറ്റിയും കൂടി ഒന്നിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ അതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി വരുന്നുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂംഡ്. നമുക്ക് എപ്പോഴത് കിട്ടുന്നത്? ഒരു കമ്മോഡിറ്റിയുടെ ഏറ്റവും അവസാനത്തെ യൂണിറ്റും കൂടി കൺസ്യൂം ചെയ്യുമ്പോഴാണ് മാർജിനൽ യൂണിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഫ്രം കൺസ്യൂമിങ് 5 യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഗെറ്റ്സ് 200 യൂണിറ്റ്സ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി. ഇപ്പോൾ ഒരു 5 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ 200 യൂണിറ്റോളം ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നത്. ഫ്രം കൺസ്യൂമിങ് 6 യൂണിറ്റ് ആണെങ്കിലോ 230 യൂണിറ്റ് ആണ് മാർജിനൽ യൂട്ടിലിറ്റി വരുന്നത്. 6th യൂണിറ്റ് എത്തുമ്പോഴേക്കും എത്ര 38 മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം ടേംസ് ഓഫ് യൂട്ടിലിറ്റി അനാലിസിസ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോ കൺസ്യൂമേഴ്സിനും അവർക്ക് മാക്സിമം യൂട്ടിലിറ്റിയും സാറ്റിസ്ഫാക്ഷനും കിട്ടണം ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഇൻകത്തിൽ എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് 2 മാർക്കിനൊക്കെ പലപ്പോഴും ചോദിക്കാറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹ്യൂമൻ ബിഹേവിയറിനാണ്. അതായത് കൺസംഷൻ പാറ്റേൺ. ഒരു കമ്മോഡിറ്റി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മനുഷ്യന്മാരുടെ ഒരു നിലവാരം അല്ലെങ്കിൽ അവരുടെ ഒരു തിരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന കൺസ്യൂമർ കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. ഓരോ തവണയും അവരിങ്ങനെ വീണ്ടും വീണ്ടും വാങ്ങിയത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ആൻഡ് ഈച്ച് സക്സസീവ് യൂണിറ്റ് ഗിവ്സ് ഹിം ലെസർ ആൻഡ് ലെസർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ല പിന്നീട് പോകുന്തോറും. ഇപ്പോൾ നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, പക്ഷെ അത് പിന്നെയും കഴിക്കുമ്പോൾ എന്താ തീർച്ചയായിട്ടും നമുക്ക് അതിനോടൊരു മടുപ്പാണ് അവിടെ തോന്നുന്നത്. ആൻഡ് ലെസർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ മോർ ആൻഡ് മോർ കമ്മോഡിറ്റി യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഫ്രം ആ ഒരു കമ്മോഡിറ്റിയിൽ ഇൻക്രീസ് ആവുന്ന ഒരു ഡിമിനിഷിങ് റേറ്റിൽ മാത്രമാണ് അത് ഡിക്രീസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മാർജിനൽ യൂട്ടിലിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു, 0-ൽ എത്തുന്നു, നെഗറ്റീവ് ആവുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമിനിഷിങ് റേറ്റ് ഒക്കെ ഇൻക്രീസ് ആവുന്നു, മാക്സിമത്തിലേക്ക് റീച്ച് ചെയ്യുക, അതേപോലെ തന്നെ ഇതെല്ലാം ഡിക്ലൈൻ ചെയ്യുക, പിൻവാങ്ങുക ഫ്രം ദ മാക്സിമത്തിൽ നിന്ന്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസിൽ വരുന്നത്. ഈ ലോൻ്റെ അസംഷൻ എന്ന് പറയുന്ന യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി ഒക്കെ ഐഡൻറ്റിക്കൽ, ഒരേപോലത്തെ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി എടുക്കുക. കൺസ്യൂമർ ടേസ്റ്റും പ്രിഫറൻസും ഒന്നും മാറുന്നില്ല വിചാരിക്കുക. ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഓരോ കൺസംഷൻ കഴിഞ്ഞാലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് നോർമൽ സൈസ് ആയിരിക്കും. നോ ചേഞ്ച് ഇൻ ദ ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ അതിൽ ഇൻകവും പ്രൈസ് ഓഫ് ഗുഡ്സിലൊന്നും ഒരു ചേഞ്ചും ഇല്ലാണ് ഇത് ചെയ്യുന്നത്. അസ്യൂംസ് യൂട്ടിലിറ്റി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. ആ ഒരു യൂണിറ്റിൻ്റെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൈസയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ദ റേറ്റ്സ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഡു നോട്ട് ചേഞ്ച്. ആ ഒരു വർഷങ്ങളിലും അതിനുള്ള നിരക്കും കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും ഒന്നും ചേഞ്ച് ആവില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ
ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് വേണമെങ്കിൽ നോട്ട് അപ്ലൈ ടു റെയർ കളക്ഷൻസ്, ഏറ്റവും അപൂർവമായിട്ടുള്ള എല്ലാ കളക്ഷൻസ് അതിനൊക്കെ ബന്ധപ്പെട്ടൊന്നും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓൾഡ് പെയിൻറ്റിങ്സ്, സ്റ്റാമ്പുകൾ, കോയിൻസ് ഇതെല്ലാം കളക്ട് ചെയ്താലൊന്നും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഒരിക്കലും കൺസംഷൻ ഓഫ് ലിക്കർ, ആ ഒരു സംഭവം, അതായത് നമ്മൾ മദ്യം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും അത് എന്ത് ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് അപ്ലൈ, ഈ ഒരു ലോയിൽ നമുക്കൊരു മൈസർ പറഞ്ഞ പിശുക്കനായ ആൾ അവരൊന്നും ഒരിക്കലും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ഒരു പൈസയുടെ മുകളിലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദ ലോ ഫോൾസ് വെൻ ദർ ഈസ് എ ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്, ഒരുപാട് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ അതായിട്ട് തന്നെ ഫെയിലാവാതെ ചെയ്യാൻ പറ്റും. പിന്നെ കൺസ്യൂമർ കൺസ്യൂംസ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമുക്ക് അത്രത്തോളം ഫെമിലിയർ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ദെൻ ഹി മേ ഗെറ്റ് ഇൻക്രീസിങ് മാർജിൻ യൂട്ടിലിറ്റി ഫോർ സം ടൈം. ഇനി നമ്മൾ ഒരു കാര്യങ്ങളെല്ലാം കൈപ്പിടിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്ക് ആഗ്രഹമുള്ള പോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുക, ട്രിപ്പ് പോവുക, അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കൺസ്യൂമേഴ്സ് ചെയ്യുന്ന കാര്യം എന്താണ്, നിങ്ങൾ ചെയ്ത് വരേണ്ട ക്രൈറ്റീരിയ 4 വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിച്ച് തന്നെ നോക്കുക. ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലി ഇമ്പോർട്ടൻസ് ഈ നിയമത്തിന്, നമുക്ക് ടാക്സേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനോടെ നടത്താൻ സാധിക്കുക, ഹെൽപ്ഫുൾ ഇൻ റെഗുലേറ്റിംഗ് ഡെയിലി എക്സ്പെൻഡിച്ചർ, ദിവസം ഉണ്ടാകുന്ന ചിലവുകളെയൊക്കെ നമുക്കൊരു പരിധിവരെ തടയാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പിന്നെ മൊണോപ്പൊളിസ്റ്റിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എക്കണോമിക് ലോസ് ബേസിസിനെ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ടേമുകളും മനസ്സിലാക്കി വയ്ക്കുക, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം കാലിൽ ഈ ഒരു കറക്റ്റായിട്ടുള്ള ആ പോയിൻറ്റ്സുകൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇന്നത്തേൽ നമ്മൾ നോട്ട് ചെയ്ത് എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതേപോലെ തന്നെ അതിൻ്റെ 2 മെത്തേഡ്, സർവേ മെത്തേഡിൽ വരുന്ന 5 കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ വരുന്ന ട്രെൻഡ് പ്രൊജക്ഷനും റിഗ്രഷനും കോറിലേഷനും, അതേപോലെ തന്നെ ബാരോമെട്രിക് ടെക്നിക്കുകൾ, മെറിറ്റ് എക്സ്ട്രാപ്പുലേഷൻ, ഇത്രയാണ് വന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം എന്താണ് യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി എന്ന് ചോദിക്കാം, നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ അസംഷൻസ് ആണ്, മാർജിൻ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും റിലേഷൻ കാണിക്കാനും അതിൻ്റെ അസംഷനും ലിമിറ്റേഷനുമാണ്. ഇനി എന്താണ് ഈ നിയമത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടാക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും വെൽത്തിന് ഡെയിലി എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനും മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനും മൊണോപ്പൊളിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാനും എക്കണോമിക് ലോയുടെ ഒരു അടിസ്ഥാന ഘടകമായി തന്നെ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലോ ആണെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് കൺസ്യൂമർ സർപ്ലസ് പറയും, ലോ ഓഫ് ഇക്വിറ്റി മാർജിൻ യൂട്ടിലിറ്റി, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇതെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ള ഒരു തത്വത്തിൽ നിന്നാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്